ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അതല്ല പ്രത്യേകത, ഇന്ന് ശ്രാവണ പൗർണമി ദിനമാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഇന്ന് അവധിയായിരുന്നു. അച്ഛനും ആവണി അവിട്ടത്തിന്റെ അവധിയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് വള്ളസദ്യക്ക്, ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ട് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പേരമ്മേ പൊളിച്ചരം. ഓക്കെ ബൈ. എന്നെ അടുക്കുവോ ഇവിടെ? വേണപ്പാ പോയിട്ട് വരാവേ. നിനക്കോ എന്തേലുമൊക്കെ കൊണ്ടുവരാം. ആകെ നമ്മുടെ കണ്ണന് ഇന്ന് അവധിയില്ല. അപ്പം അവനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം പോകാൻ. അപ്പം അവന് കൊടുക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇറങ്ങി. എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് 9:05. അപ്പോൾ അതുകൊണ്ട് കണ്ണനെ 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുവിട്ടു. അപ്പോൾ അത് അവൻ കയറിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പോവാം. നമ്മൾ പടിഞ്ഞാറേ നടയിലോട്ടുള്ള വഴിയിലോട്ട് കയറി. ഓക്കേ, ഞാനും അച്ഛനും നേരത്തെ തന്നെ എത്തി. അതുകൊണ്ട് ഭംഗിയായിട്ട് അകത്ത് കയറി ദർശനമൊക്കെ നടത്താൻ പറ്റി. അച്ഛൻ്റെ ഒരു അനന്തരവനാണ് ഇവിടുത്തെ മേൽശാന്തി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നമുക്ക് സ്പെഷ്യലായിട്ട് കദളിപ്പഴവും പ്രസാദവും ഒക്കെ തന്നു. അത് കഴിഞ്ഞ് താഴെ ബലരാമഭദ്രൻ്റെ ക്ഷേത്രത്തിൽ തൊഴുതു. ആ എവിടെ ഇരിക്കുന്നത്? അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ടൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞ് മുമ്പിലോട്ട് ചെന്നു. മുൻപിലാണെങ്കിൽ ഭംഗിയായിട്ട് പറകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടേത് 4ാമത്തെ ആണെന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത്. ഇടയാറന്മുളയുടെ ആയിരുന്നു. അവിടെ കൊടിമരച്ചുവട്ടിൽ മഞ്ചാടി വിതറുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി അവിടുന്ന് ഒരു ചെറിയ ഡവറയ്ക്കകത്ത് മഞ്ചാടി മേടിച്ചു. അപ്പോൾ 50 രൂപയായിരുന്നു കേട്ടോ ഒരു ഡവറയ്ക്ക്. അവിടെ എടുത്തു കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞത് കൈ കൊണ്ട് 3 പ്രാവശ്യം എടുത്ത് ഇങ്ങനെ കൊടിമരച്ചുവട്ടിലോട്ടിടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ മുൻപിലായിട്ട് മണ്ഡപം ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ പുറത്ത് നിന്ന ശേഷം ഞങ്ങൾ അമ്പലത്തിന് മുന്നോട്ട് പോയി അവിടെയെല്ലാം ഒന്ന് കണ്ടു. ശേഷം നമ്മുടെ കടവിൽ അവിടെ എന്തായി എന്നൊക്കെ കാണാമെന്ന് പറഞ്ഞ് അവിടെയും കൂടി പോയി നോക്കി. ഇവിടെ വരെ വന്നിട്ടേ കാലൊന്ന് കഴുകിയതിന് ശേഷം തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ ഒരു ഷെഡൊക്കെ ഇങ്ങനെ കെട്ടി പന്തൽ പോലെയൊക്കെ ഇട്ടേക്കുന്ന കണ്ടത്. അപ്പോൾ അവിടെ പോയി നിന്ന് നോക്കി. അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു വള്ളക്കാർ വരുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും അവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഈ കടവിലല്ല അപ്പുറത്തെ കടവിലാണ് വരുന്നതെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എല്ലാ വള്ളങ്ങളും ഇവിടെ തന്നെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സ്വീകരിച്ച് വരുന്ന ഓർഡറിൽ കയറ്റുക ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് ശ്രീരാജേട്ടനൊക്കെ നടത്തുന്ന വള്ളസദ്യക്ക് വേണ്ടിയിട്ടാണ് ഇടയാറന്മുളയുടെ. നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തേതാണ്. അതിൻ്റെ സ്വീകരണത്തിനായിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന സമയത്ത് എനിക്കും താലം എടുക്കാനായിട്ടൊരു അവസരമൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ആദ്യത്തെ പന്തിക്ക് തന്നെ ഇരിക്കാനായിട്ട് സാധിച്ചു വള്ളക്കാരോടൊപ്പം. അപ്പം നമുക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ ചോദിച്ച് ഓരോരോ വിഭവങ്ങൾ വിളമ്പുന്നതും ഒക്കെ കാണാനായിട്ട്. കുറേയൊക്കെ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മളോടൊപ്പം ഒരുപാട് ചുറ്റുളങ്ങരയിൽ നിന്ന് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച ആശാനും അങ്ങനെ എല്ലാവരും തന്നെ നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ആറന്മുളയിലെ വള്ളസദ്യ എന്ന് പറയുമ്പം
സദ്യ എന്നതിലുപരി നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രസാദം തന്നെ നമുക്ക് നേരിട്ട് കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സദ്യക്ക് കൂടാൻ പറ്റിയപ്പോഴത്തേക്കും. അച്ഛനാണ് എന്നോട് ചോദിച്ചത് ഇങ്ങനെ ഒരു സദ്യയുടെ ഇതുണ്ട് വരുന്നോന്ന്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് തന്നെ അവധിയും കിട്ടി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ വഞ്ചിപ്പാട്ടാണെങ്കിലും ഭയങ്കര നല്ല എനർജറ്റിക്കായിട്ട് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മുഴുവനും വീഡിയോ എടുത്ത് ഒരു ഇതായിട്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് രാജപ്പെരമയുടെയും രവിയപ്പൻ്റെ അടുത്തൂടെ പോയിട്ട് വരാം. അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ് രാജപ്പെരമ. അപ്പോൾ അവിടെ കയറി കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പേരമ്മയാണ് ഇവിടെ മീനുവിനും മാളുവിനും മേടിച്ച് വെച്ചേക്കുന്ന മിഠായിയൊക്കെ എടുത്തു തന്നു. പെരുമയ്ക്ക് എന്താ കൊണ്ടുവന്നതെന്ന് പറയാവോ? പേണോപ്പന് ഇഷ്ടപ്പെട്ട സാധനം എന്തുവാ? ഉള്ളിവട. വേണോപ്പ ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിവട, ചായ ഓൺ ദ വേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.